യേശുനാഥൻ്റെ 3 വർഷത്തെ പരസ്യ ജീവിതത്തിൽ യേശു 12 ശിഷ്യന്മാരെയും വിളിച്ച് കുർബാന സ്ഥാപിക്കുക. സഗിയോൻ മാളികയിൽ പെസഹ ഒരുക്കി. യേശുനാഥനും ഭക്ഷിക്കണമെന്ന് വിചാരിച്ച് 12 ശിഷ്യന്മാരെയും വിളിച്ച് വൈകുന്നേരം മേശയ്ക്ക് ചുറ്റും ഇരുന്നപ്പോൾ യേശുവിൻ്റെ മനസ്സ് വേദനിക്കുകയാണ്. 3 വർഷം ഞാൻ ഇവരുടെ കൂടെ ഇരുന്നിട്ട് ഇവരെന്നെ അറിയുന്നില്ലല്ലോ എന്നുള്ള യേശുനാഥൻ്റെ ദീർഘമായ വേദന. യേശു ചിന്തിക്കുകയാണ്, ഒരുത്തിനെ എന്നെ ഒറ്റിക്കൊടുക്കും, ഒരുത്തിനെ എന്നെ തള്ളിപ്പറയും, ഇവരെല്ലാവരും എന്നെ വിട്ട് ഓടിപ്പോവും, ആരും എൻ്റെ അടുത്തുണ്ടാവില്ലല്ലോ എന്നുള്ള യേശുവിൻ്റെ ആ വലിയ വിഷമം. ഒരു ഗ്ലാസ് വെള്ളം പോലും യേശുനാഥൻ കുടിക്കാതെ ആ പെസഹ അവരെ കൊണ്ട് ഭക്ഷിച്ച് പിറ്റേ ദിവസം വെള്ളിയാഴ്ച 3 മണിക്ക് യേശുനാഥൻ മരിക്കുകയാണ്. കുരിശിൽ ഒരു ഗ്ലാസ് വെള്ളം പോലും കിട്ടാതെ ദാഹിച്ച് വരണ്ട് മരിക്കുന്ന ക്രിസ്തുനാഥൻ. ആ വചനം നമുക്കൊന്ന് ശ്രമിക്കാം. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 22 മുതലുള്ള വചനങ്ങൾ. വചനം ശ്രമിക്കാം. അവർ അതീവ ദുഃഖിതരായി, കർത്താവേ, അത് ഞാനല്ലല്ലോ എന്ന് ഓരോരുത്തരും അവനോട് ചോദിക്കാൻ തുടങ്ങി. യേശു പറഞ്ഞു, നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും. അപ്പോൾ ഓരോരുത്തരും ചോദിക്കാൻ തുടങ്ങി, അത് ഞാനാണോ? എല്ലാവരും ദുഃഖിതരായി. യൂദാസൻ ചോദിക്കുന്നു. 25-ാം വാക്യത്തിൽ യൂദാസ് ചോദിച്ചു, അവനെ ഒറ്റിക്കൊടുക്കാനിരുന്ന യൂദാസ് അവനോട് ചോദിച്ചു, ഗുരു, അത് ഞാനോ? അവൻ പറഞ്ഞു, നീ പറഞ്ഞു കഴിഞ്ഞു. നീ ചെയ്യാൻ പോകുന്നത് വേഗം പോയി ചെയ്യുക. ദൈവമായ കർത്താവേ, നിന്നെ അറിയാതെ എത്രയോ ക്രിസ്ത്യാനികൾ കടന്നു പോകുന്ന ദൈവമായ കർത്താവേ, അവരെല്ലാം അനുഗ്രഹിക്കണമേ എന്ന് സ്വർഗീയ പിതാവായ ദൈവമേ, പുത്രന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. നിന്റെ കുർബാനയിൽ പങ്കെടുത്തിട്ട് നിന്റെ ശരീരവും രക്തവും ഭക്ഷിച്ചിട്ടും കുമ്പസാരക്കൂട്ടിൽ മുട്ടുകുത്തി പാപം ഏറ്റുപറഞ്ഞിട്ട് പോലും നിന്നറിയാത്ത മക്കളെ ഓർത്ത് ദാഹത്തോടെ പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവമേ, പുത്രൻ മഹത്വപ്പെടുവാൻ ഞങ്ങൾക്ക് എല്ലാവരെയും കരുണ തോന്നണമേ എന്നും ദയ തോന്നണമേ എന്നും യേശുനാമത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എല്ലാവർക്കും യേശുനാമത്തിൽ സമാധാനം ഉണ്ടാകട്ടെ.